ഹിന്ദിയിലെ വിവിധ വിളികൾ, സംബോധനകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറിയാനായി നമ്മെ സഹായിക്കും. പല രീതികളിൽ സംബോധന ചെയ്ത് വിളിക്കാറുണ്ട്. സ്മൂത്ത്, റഫ്, ബാഡ്. ബാഡ് നമ്മളങ്ങ് വിടുകയാണ്. അത് നല്ല വിളികളല്ല, ചീത്ത വിളികളാണ്. അതുകൊണ്ട് നമുക്ക് റഫ് അറിഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അങ്ങനൊരു വിളി കൂടുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതിന് അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മൂത്ത് ആൻഡ് റഫ് വിളികൾ സംസാര ഭാഷയിൽ പലപ്പോഴും ഉപയോഗിച്ചു വരുന്നു. എങ്ങനെയാണ് ആ വിളികൾ? അത് നമുക്ക് ഇപ്പോൾ നോക്കാം. കുറച്ച് വിദ്യാഭ്യാസവും വിവരവും ഉള്ളവർ വിളിക്കുന്ന വിളികളാണ് നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിക്കാം. അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഹിന്ദിയിൽ വിളിക്കുന്നത്, ഏതൊക്കെയാണ് വിവിധ രീതിയിലുള്ള വിളികൾ നോക്കാം. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് കൂട്ടുകാരാണെങ്കിൽ അവരെ എന്തും വിളിക്കാമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ എന്തും വിളിച്ചാൽ അതിനർത്ഥം ഞാൻ നല്ലൊരു കൂട്ടുകാരൻ അല്ല എന്നാണ്. കാരണം ആ ആളിന് പലപ്പോഴും എതിർപ്പൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും കേട്ടാൽ അത് ഡയറക്റ്റായിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമേജിനെ അത് ബാധിക്കാൻ ഇടയാകും. അപ്പോൾ ഞാനൊരു കൂട്ടുകാരനെ മെച്ചമായി വിളിക്കുവാൻ ശ്രമിക്കണം, അതിനെനിക്ക് കഴിയണം. അപ്പോൾ ഞാനൊരു നല്ല കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ സംസാരം കൊണ്ടോ വിളി കൊണ്ടോ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായിട്ടോ അവനൊരു ദോഷം അല്ലെങ്കിൽ അയാൾക്കൊരു ദോഷം വരരുതല്ലോ. ആ ചിന്തയോടുകൂടി ഞാൻ സംബോധന ചെയ്യണം. ഞാൻ മോശമായി വിളിച്ചാലും എൻ്റെ കൂട്ടുകാരന് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ലെങ്കിലും ആ പോസിറ്റീവ് ഇമേജിന് അത്ര ഒരു നല്ലതല്ല. നമുക്കറിയാം, ഹിന്ദിയിൽ സാധാരണയായി വിളിക്കുന്ന വിളിയിൽ ഉൾപ്പെട്ടവയാണ് തു, തും, ആപ്. തു നീ, തും നിങ്ങൾ, ആപ് താങ്കൾ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഒരു ആള് അദ്ദേഹത്തിൻ്റെ അമ്മയെ നീ എന്ന് വിളിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിനോട് പറഞ്ഞു, കേട്ടോ അമ്മയെ വിളിക്കുന്ന വിളി? അപ്പോൾ എന്നോട് പറഞ്ഞത് അയാൾ, അത് സംസ്കൃതത്തിലെ ഏതോ ഒരു ശബ്ദത്തിൻ്റെ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ബഹുമാന സൂചകമായിട്ടാണ് അങ്ങനെ നീ വിളിക്കുന്നത്. ഓ, അപ്പോഴാണ് എനിക്ക് അതങ്ങനെയും ഉണ്ട് ഒരു കാര്യം. നമ്മളും ദൈവത്തെ ചിലപ്പോൾ നീ എന്ന് വിളിക്കാറില്ലേ ബഹുമാനത്തോടു കൂടി? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ചില ഉൾഗ്രാമങ്ങളിലുള്ളവരൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. നടക്കുന്നത് നടക്കട്ടെ, നടക്കുന്നിടത്ത് നടക്കുന്ന പോലെ നടക്കട്ടെ, നടക്കാത്തടത്ത് നടക്കാതിരിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരാകട്ടെ മുതിർന്നവരാകട്ടെ നമ്മുടെ വിളി ശരിയാക്കാൻ നമുക്ക് നോക്കാം. ഈ അമ്മയെ തൂ അല്ലെങ്കിൽ നീ എന്ന് വിളിച്ച് അതേ സ്ഥലത്ത് കൂട്ടുകാരനെ അല്ലെ കൂട്ടുകാരെ ആപ്പ് താങ്കൾ എന്ന് ചേർത്ത് വിളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലത് അനുകരിക്കാം, അല്ലാത്തത് വിടാം. ഇനി പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെ വിളിക്കും? തൂ അല്ലെങ്കിൽ തുമ്മ്, അതോ ആപ്പ്? ഏതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഒരിക്കൽ ഒരാൾ എൻ്റെ പേര് ചോദിച്ചു. എന്നെ ഒന്നും വിളിക്കാതെ ഇങ്ങനെ തല മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടാണ് ചോദിച്ചത്, ക്യാ നാമേ? അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഞാൻ ചോദിച്ചു, തേരാ നാം ക്യാ ഹേ? അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ്റെ കൈ പിടിച്ചു കുലുക്കി. തേരാ നഹീ ആപ്കാ. ഞാൻ ഉടനെ സോറി പറഞ്ഞു, തെറ്റെന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. അപ്പോൾ നമ്മുടെ വിളി, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആരെങ്കിലും പരിചയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആപ്പ് ചേർത്ത് വേണം നാം സംബോധന ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ. മാന്യനായ ഒരു വ്യക്തി ആയിരുന്നുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു ഒന്നുമില്ല, എന്നാലും ഞാൻ സോറി പറഞ്ഞു. ഈ തൂ തേരാ ചേർത്ത് സംസാരിക്കുന്നതിൽ അല്ലെ വിളിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ റഫായിട്ട് സംസാരിക്കുന്നതാണ് അബേ അരയൊക്കെ. അബേ ഇതറാ, അരേ ഉദർ ജാവ്, ഇതറാവോ രേ, ഉദർ ജാവോ ബേ. ഇങ്ങനെയുള്ള രീതികളും
റഫായിട്ടുള്ള രീതികളാണ്. അത് കൂട്ടുകാരുടെ ഇടയിലാണ് കൂടുതലായിട്ട്, സമപ്രായക്കാരുടെ ഇടയിലൊക്കെയാണ് അത് കൂടുതലും. ഗ്രാമപ്രദേശങ്ങളിലുള്ള അവരുടെ ഇടയിലാണ് ആ രീതി നടക്കുന്നത്. ഒന്നും വിളിക്കാതെ സംബോധന ചെയ്യാതെ പറയുന്നു, അത്ര നല്ലൊരു രീതിയല്ല. ആ ഇതർ, ജാ ഉദർ. അപ്പോൾ ആ ബിദറാവൂ അല്ലെങ്കിൽ ആ പിതറായി, ആ പുതർ ജാവൂ അല്ലെങ്കിൽ ആ പുതർ ജായി, അത് നല്ല ഒരു സ്മൂത്തായ രീതിയാണ്, മാനർ ഉള്ള ഒരു രീതി. എല്ലാവരും ഇങ്ങനെയല്ല. ചിലർ നല്ല മെച്ചമായ പരിപക്വതയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ചെറുക്കന്മാരോ ആണുങ്ങളോ ഒക്കെ ആണെങ്കിൽ ഭായി ചേർത്ത് പറയും. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ ബഹൻ ചേർത്ത് പറയും. ഭായി ഇതറാവോ അല്ലെങ്കിൽ ഭായി ദേഖോ, ഇവിടെ വാ, ഇത് കാണ്, അല്ലെങ്കിൽ ഭായി ഉദർ ജായിയെ, ഭായിയെ കർ സക്താ ഹെ ക്യാ, നീ എനിക്കിത് ചെയ്യാൻ പറ്റുമോ സഹോദര എന്നുള്ള അർത്ഥത്തിൽ. ബഹൻ ഹമേ മദത് കരോഗെ, സഹോദരി എന്നെ സഹായിക്കുമോ. അപ്പോൾ ഭായ് ബഹൻ ചേർത്ത് മാന്യമായി സംസാരിക്കുന്നവരും ഉണ്ട്. നമ്മിൽ പലരും ഇതറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു നല്ല രീതിയിൽ വിളിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആരെയും ആപ്പ് ചേർത്ത് സംബോധന ചെയ്യാൻ ശ്രമിക്കാം. പറ്റാത്ത പക്ഷം, കുറഞ്ഞ പക്ഷം തും ചേർത്ത് വിളിക്കാം.